ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള റിലേഷൻ ഫംഗ്ഷൻസിലെ ക്ലാസ് 3 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 2 3 4 5 given by R is equal to AB such that mod A minus B is even is an equivalence relation. അപ്പോൾ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണെന്ന് നിങ്ങൾക്കറിയാം, എ എന്ന് പറയുന്നത് 1 2 3 4 5 ആണെങ്കിൽ മോഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈവൻ ആയിരിക്കണം. രണ്ട് നമ്പറുകൾ, ഫോർ എക്സാമ്പിൾ 1ഉം 3ഉം, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് -2, അതിൻ്റെ മോഡ് +2, അത് ഈവനാണ്. 3ഉം 1ഉം, 3 - 1 എന്ന് പറഞ്ഞാൽ 2, അത് ഈവനാണ്. അപ്പം അതുപോലെയുള്ള നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സെറ്റിന് നമുക്കൊന്ന് എഴുതാം, ആ റിലേഷൻ നമുക്കൊന്ന് എഴുതാം. R is equal to, ഒന്ന് പെട്ടെന്ന് എഴുതിക്കേ, 1 ആണെങ്കിൽ 1ഉം 1ഉം ശരിയാണോ? 1 - 1 എന്ന് പറഞ്ഞാൽ 0, 0 ഈവനാണ്. സംശയമുണ്ടോ? 8 ഈവനാണോ? തീർച്ചയായും ആണ്. 10 ഈവനാണോ? ഈവനാണ്. കാരണം എന്താ? അത് 0യിലാണ് എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 6 7 8 ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചു ക്ലാസ് പഠിക്കുന്നതല്ലേ. ശരി, അപ്പോൾ 1ഉം 1ഉം, 1 - 1 0 ഈവനാണ്. 1 3 1 5. ഓക്കെ, അടുത്തത് 2 2 ഈവനാണ്. 2 4 ഈവനാണ്. അടുത്തത് 3 1 ഈവനാണ്. 3 3 ഈവനാണ്. അടുത്തത് 3 5 ഈവനാണ്. അടുത്തത് 4 2 ഈവനാണ്. 4 4 ഈവനാണ്. അടുത്തത് 5 5 1 ഈവനാണ്. 5 3 ഈവനാണ്. 5 5 ഈവനാണ്. ഓക്കെ, ഈക്വലൻസ് റിലേഷൻ ആണോ? ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കുക. റിഫ്ലെക്സീവ് ആണോ? തീർച്ചയായും റിഫ്ലെക്സീവ് ആണ്. 1 2 3 4 5 ആണ്. അപ്പോൾ ഇതിൽ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം, 4 4 ഉണ്ടായിരിക്കണം, 5 5 ഉണ്ടായിരിക്കണം. ഉണ്ട്. A element of A implies A is an element of R. That is, it is reflexive എന്ന് പറയാം. ഇനി എഴുതാൻ പറ്റണം, എഴുതാൻ പറ്റിയാലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ കേട്ടോ. അടുത്തത്, ഇത് സിമെട്രിക് ആണോ എന്നുള്ളത്. 1 1 ഉണ്ടെങ്കിൽ 1 1 തന്നെ, 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടോ? ഉണ്ട്. 1 5 ഉണ്ടെങ്കിൽ 5 1 ഉണ്ടോ? ഉണ്ട്. 2 4 ഉണ്ടെങ്കിൽ 4 2 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ മതി, തീർച്ചയായും എല്ലാം ഉണ്ട്. എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഇംപ്ലൈസ് ബി എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിമെട്രിക് എന്നും പറയാം. ഒരു സാധനം ആണ് എന്ന് കാണിക്കാൻ ഡെഫിനിഷൻ എഴുതണം. ഓക്കെ, അല്ല എന്ന് കാണിക്കാൻ കൗണ്ടർ എക്സാമ്പിൾ എഴുതണം. അടുത്തത്, ട്രാൻസിറ്റീവ് ആണോ? ഓരോ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ മതി. നോക്കിയേ, 1 1 1 തുടങ്ങുന്ന വേറെ ഏതാ? 1 3. അപ്പോൾ 1 1ഉം 1 3 കൂടെ ചേരുമ്പോൾ 1 3 ഉണ്ട്. 1 1ഉം 1 5 കൂടെ ചേരുമ്പം 1 5 അതുണ്ട്. 1 3യും 3 തുടങ്ങുന്ന വേറെ ഏതാ? 3 5 തുടങ്ങുമ്പോൾ എത്ര വരും? 1 5 ഉണ്ട്. 1 3 3 തുടങ്ങുന്ന വേറെ ഏതാ? 3 1. 1 3യും 3 1 കൂടെ ചേരുമ്പോൾ 1 1 ഉണ്ട്. ഓരോന്നെടുത്ത് നോക്കിയാൽ മതി. അന്ന് എഴുതി എല്ലാം കൂടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എന്തെഴുതി വെച്ചാൽ മതി? ജനറൽ ഡെഫിനിഷൻ എഴുതിയാൽ മതി. എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് AC is also an element of R. That is, it is transitive എന്ന് പറയാൻ പറ്റും. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. കോമൺ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. എന്തിന്? ഇതാണ് എന്ന് കാണിക്കാൻ. നമ്മളിത് ഓരോന്നും ചെയ്ത് നോക്കണം, എടുത്ത് നോക്കണം, അപ്പോൾ അതാണ് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതല്ല അടുത്ത ക്വസ്റ്റ്യൻ. ഇക്വലൻസ് റിലേഷൻ ആണ് കാണിക്കാനുള്ളത്. ഓക്കെ, കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഇൻ ദ സെറ്റ് 1 2 3 4 5 ഗിവൺ ആർ ഇസ് ഈക്വൽ ടു 1 2 2 2 1 1 4 4 1 3 3 3 ആൻഡ് 3 2. ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആർ ഇസ് റിഫ്ലെക്സീവ് സിമെട്രിക്. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ് മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. 1 2 3 4 ആണെങ്കിൽ 1 1 2 2 3 3 4 4 ഉണ്ടായിരിക്കണം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, അടുത്തത് സിമെട്രിക് ആണോ? 1 2 ഉണ്ട്, 2 1 ഉണ്ടോ? ഇല്ല. 1 2 എലമെൻറ്റ് ഓഫ് ആർ ബട്ട് 2 1 not an element of R implies it is not symmetric. ഞാൻ എഴുതിയ രീതി നോക്കണം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതല്ല എന്ന് കാണിക്കാൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ്, ഇതിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കുമ്പോഴേ ഒരു സാധനം റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ അല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ ഡെഫിനിഷൻ എഴുതണം. ഇനി അടുത്തത്, അപ്പോൾ നമുക്കിത് സിമെട്രിക് അല്ല എന്ന് കിട്ടി, റിഫ്ലെക്സീവ് ആണ് എന്ന് കിട്ടി. ഇനി എന്താ? ട്രാൻസിറ്റിവിറ്റി നോക്കാം. 1 2 2 2 ചേരുമ്പോൾ എന്ത് വരും? 1 2 വരും. 1 2 2 തുടങ്ങുന്ന വേറൊന്നുമില്ല. 2 2 2 തുടങ്ങുന്ന വേറൊന്നുമില്ല. 1 1 1 3 ചേരുമ്പോൾ 1 3. ഓക്കെ, 4 4 4 തുടങ്ങുന്ന വേറൊന്നുമില്ല.
1 3 തുടങ്ങുന്ന വേറെ ഒന്ന് ഉണ്ട് 3 3, അപ്പം അത് 1 3 വരും. 1 3 3 2 ചേരുമ്പോൾ എന്ത് വരും? 1 2 ഉണ്ട്. അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഓരോന്നും എടുത്ത് നോക്കണം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വെരി സിമ്പിൾ. എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റിവിറ്റിയുടെ കേസ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? വെരി സിമ്പിൾ, ഡെഫിനിഷൻ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവ്, ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ബി ഉത്തരമായിരിക്കും ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആർ ബി ദ റിലേഷൻ ഓൺ ദി സെറ്റ് എൻ. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഗിവൺ ബൈ ആർ എസ് ഇക്വൽ ടു എ ബി സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി മൈനസ് 2 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 6. ഈ കണ്ടീഷനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എ ബി എന്ന ഫോമിലാണ് നമ്മളുടെ എലമെൻറ്റ്സ് എല്ലാം കിടക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് എ ഈസ് ഈക്വൽ ടു ബി മൈനസ് 2. ബിക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ 6. ഗ്രേറ്റർ ദാൻ 6 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിലെ അടുത്ത സംഖ്യ ഏതാ? 6 കഴിഞ്ഞാൽ 7 അല്ലേ? ബിക്ക് 7 കൊടുത്തു കഴിഞ്ഞാൽ എ എന്ത് വരും? ബിക്ക് ഇവിടെ 7 കൊടുത്തു കഴിഞ്ഞാൽ 7 മൈനസ് 2 എക്ക് 5 വരും. തർക്കമില്ലല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. ബിക്ക് 7 കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 8. ബിക്ക് 8 കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിത് നോക്കി ഇത് അടുത്തോട്ട് പോയതിൻ്റെ കാര്യം എന്താ പറയുക, ഈ 5 7 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇവിടെ ഓരോ ഓപ്ഷനിലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് നോക്കാൻ പോയത് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. 5 7 എന്നുള്ളത് ഓപ്ഷനിലില്ല. അടുത്തത് 8 ഇട്ട് കൊടുക്കുന്നത് വരും 8 മൈനസ് 2 എ എന്ത് വരും? 6. അപ്പോൾ 6 8 എന്ന് വരും. 6 8 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ശരി ഉത്തരം ഏതായിരിക്കും? സി ആയിരിക്കും ശരി ഉത്തരം. കാര്യം മനസ്സിലാക്കി ചെയ്യുക. അടുത്തത് നോക്കിയോ. കൺസിഡർ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ 1 2 3 4 ഗിവൺ ആർ ഇസ് ഗിവൻ 1 1 2 2 3 3 4 4. ഈ സിറ്റ് ആൻഡ് ഇക്വലൻസ് റിലേഷൻ ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈ റിലേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് റിലേഷൻ വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ സെറ്റ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 1 2 2 3 3 4 4 ആറിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എന്ത് പറയാം? എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. വെരി ഈസി. അടുത്തത് നോക്കിയേ. 1 1 ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചിടുമ്പോൾ 1 1 ആറിലുണ്ട്. 2 2 ആറിലുണ്ട്. തിരിച്ചിടുമ്പോൾ 2 2 ആറിലുണ്ട്. 3 3 ആറിലുണ്ട്. തിരിച്ചിടുമ്പോൾ 3 3 ആറിലുണ്ട്. 4 4 ആറിലുണ്ട്. തിരിച്ചിടുമ്പോൾ 4 4 ആറിലുണ്ട്. എന്ത് പറയാൻ പറ്റും? എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇറ്റ് ഈസ് സിമെട്രിക്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ഒരു റൂൾ ഞാൻ കുറച്ച് മുമ്പേ പറയായിരുന്നു. ഒരു കാര്യം തെറ്റാണ് എന്ന് കാണിക്കണമെങ്കിൽ നിർബന്ധമായും കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കണം. എന്താ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ? ഇതാണ് കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ, 1 2 എലമെൻറ്റ് ഓഫ് ആർ 2 1 നോട്ട് എലമെൻറ്റ് ഓഫ് ആർ. അതാണ് കൗണ്ടർ എക്സാമ്പിൾ. അങ്ങനെ കൊടുക്കാൻ പറ്റണം. ഇവിടെ നോക്കിയേ. 1 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ട്രാൻസിറ്റിവിറ്റിക്ക് 1 തുടങ്ങുന്ന വേറൊരു എലമെൻറ്റ് വേണം. ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു എലമെൻറ്റ് വേണം. അതിനകത്തുണ്ടോ? ഇല്ല. 2 2 എന്ന് പറഞ്ഞത് എലമെൻറ്റ് ഓഫ് ആർ ആണ്. 2ൽ തുടങ്ങുന്ന വേറൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 2 തുടങ്ങുന്ന വേറൊരു എലമെൻറ്റ് ഉണ്ടോ? ഇല്ല. 3 3 എലമെൻറ്റ് ഓഫ് ആർ ആണ്. 3 തുടങ്ങുന്ന വേറൊരു എലമെൻറ്റ് ഓഫ് ഇല്ല. അപ്പോൾ ഇവിടെ നമ്മളെ നിർബന്ധിക്കപ്പെടുന്ന എന്താണെന്നറിയോ? കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാനൊരു നിർവാഹമില്ല. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് ആ പർട്ടിക്കുലർ ചെക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് തീർച്ചയായും ട്രാൻസിറ്റീവ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും കേൾക്കുക. ഓക്കെ, കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, ട്രാൻസിറ്റീവ് അല്ല എന്ന് കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. സിമെട്രിക് അല്ല എന്ന് കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിമെട്രിക് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. റിഫ്ലെക്സീവ് അല്ല എന്ന് കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്ത് പറയാം? എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് AC is an element of R. It is transitive and this is the smallest relation that can be defined on a set 1 2 3 4. 1 2 3 എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് റിലേഷൻ എന്തായിരിക്കും? 1 1 2 2 3 3. റിലേഷൻ അല്ല, സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ. 1 1 2 2 3 3 എന്ന് പറയുന്നതായിരിക്കും സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ. 1 2 3 4 ആണെങ്കിൽ 1 1 2 2 3 3 4 4.
കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഗഹനമായിട്ട് അത് ശ്രദ്ധിക്കണം. അവസാനത്തെ കാര്യമാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞ കാര്യം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഡെഫിനിഷനൊക്കെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഇക്വലൻസ് റിലേഷനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇക്വലൻസ് റിലേഷനകത്ത് മാത്രം വരുന്നൊരു കാര്യമാണ് ഇക്വലൻസ് ക്ലാസ്. ആർ ഇസ് റിലേഷൻ ഓൺ സെറ്റ് ഡിഫൈൻഡ് ബൈ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2. എ മൈനസ് ബി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സാധനം എന്താ, എ മൈനസ് ബി ഈവൻ ആണെന്നുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിതിൻ്റെ റിലേഷൻ ഒന്ന് എഴുതാം. എന്തായിരുന്നു? എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ത് വരും? 1 2 3 4 5 എന്ന് പറഞ്ഞ സെറ്റിലാണേ. എഴുതിക്കോ എൻ്റെ കൂടെ. 1 1 1 1 എന്ന് പറഞ്ഞാൽ 1 - 1 0. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0/2 0 ആണ്. 1 3 1 5 ശരിയല്ലേ? 1 5 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 3യും പറ്റും. ഇനി ഞാൻ എഴുതി അങ്ങ് പോവാം. 2 2 2 4 3 1 3 3 3 5 4 2 4 4 5 1 5 3 5 5. ഇത്രയാണ് റിലേഷൻ വരുന്നത്. ഇതൊരു ഇക്വലൻസ് റിലേഷനാണോ? തീർച്ചയായും ഇതൊരു ഇക്വലൻസ് റിലേഷനാണ്. നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തോണം. A 1 2 3 4 5 ആണ്. അപ്പോൾ 1 1 2 2 3 3 4 4 5 5 എല്ലാ സാധനവും ഉണ്ട്. എ ബി എലമെൻറ്റ് ഓഫ് എ ആണെങ്കിൽ ബി എലമെൻറ്റ് ഓഫ് എ ആയിരിക്കും. എ ബി എലമെൻറ്റ് ഓഫ് ആറും ബി സി എലമെൻറ്റ് ഓഫ് ആറും ആണെങ്കിൽ എ സി എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഇക്വലൻസ് റിലേഷനാണ്. ഓക്കെ, ഇതിനകത്ത് ഇക്വലൻസ് ക്ലാസ് ഓഫ് ഇപ്പം എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 1 2 3 4 5. ഓക്കെ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ, ഒറ്റ തവണ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. 1 എന്ന് പറഞ്ഞാൽ 1 വൈ കോർഡിനേറ്റ് വരുന്ന എലമെൻസിൻ്റെ എക്സ് കോർഡിനേറ്റ്. 1 വൈ കോർഡിനേറ്റ് വരുന്ന എലമെൻസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഞാൻ വളരെ ശ്രദ്ധിച്ച് കാണിക്കാവേ. അതൊന്ന് മായ്ച്ചോട്ടെ. ഓക്കെ, നോക്കിയേ. 1 വൈ കോർഡിനേറ്റ് വരണം. 1 വൈ കോർഡിനേറ്റ് വരുന്നത് ഏതൊക്കെ? ഇവിടെ 1 വൈ കോർഡിനേറ്റ് ആണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 1. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 1. 1 വൈ കോർഡിനേറ്റ് വരണം. അതാണ് ഇവിടെ 1 വൈ കോർഡിനേറ്റ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 3. 1 വൈ കോർഡിനേറ്റ് വരണം. അതാണ് 1 വൈ കോർഡിനേറ്റ് വരുന്ന എക്സ് കോർഡിനേറ്റ് 5. ഇതാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. ഓക്കെ, ഇനി അടുത്ത എനിക്ക് വേണ്ടത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഇക്വലൻസ് ക്ലാസ് ഓഫ് 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? 2 വൈ കോർഡിനേറ്റ് വരുന്നത് ഇവിടെ 2 വൈ കോർഡിനേറ്റാണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 2 തന്നെ. വീണ്ടും 2 എവിടെയാണ് വരുന്നത്? ഇവിടെ 2 വൈ കോർഡിനേറ്റ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 4. കാര്യം പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്തായിരിക്കും? സിമ്പിൾ, പെട്ടെന്ന് പറഞ്ഞു. 3 1 3 5 പിന്നെ 3 1 5 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 വരുന്നത് 2 4. വേറെ വല്ലതും ഉണ്ടോ? 4 ഇല്ല. ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 അതുകൂടെ പറഞ്ഞേക്കാം. 5 വരുന്നത് 5 3 5 വരുന്നത് 5 സെക്കൻഡ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് അതെ 1. സിമ്പിൾ. കാര്യം മനസ്സിലായല്ലോ? ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞ കാര്യം അത്രയേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ് എലമെൻസിനെയും എടുത്തെഴുതുന്നതാണ് എന്ത്? ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇക്വലൻസ് റിലേഷനകത്ത് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ചോദ്യം ചുമ്മാ വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് ക്ലാസ് 4-ൽ കാണാം.